അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് ബർറ് എന്നത്. ഗുണം ചെയ്യുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അബ്ജദിയത്ത് 202 പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. തിരിച്ച് എഴുതിയാലും അള്ളാഹുവിൻ്റെ ഇസ്മാകുന്ന 2 ഇസ്മുകളാണ് റബ്ബ്, ബർറ് എന്നീ ഇസ്മുകൾ. ബർറ് എന്നതിൻ്റെ അർത്ഥതലങ്ങൾ പണ്ഡിതന്മാർ പല രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മ ചെയ്യുന്നതിൽ അങ്ങേയറ്റം എത്തിക്കുന്നവൻ, വളരെ മയത്തോടെയും മാർദ്ദവത്തോടെയും സർവ ഖൈറുകളെയും നന്മകളെയും ഉദ്ദേശിക്കുന്നവരിലേക്ക് എത്തിക്കുന്നവൻ, എല്ലാ സൃഷ്ടികളിലേക്കും ഇഹ്സാൻ ചെയ്യുന്നവൻ, സൃഷ്ടികൾക്കാവശ്യമായ ഭക്ഷണം കൊടുത്തുകൊണ്ടും സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വിലായത്തെന്ന പദവി കൊടുത്തുകൊണ്ടും ഇരട്ടി പ്രതിഫലങ്ങൾ കൊടുത്തുകൊണ്ടും സൃഷ്ടികളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയുമുണ്ടാകുന്ന തിന്മകളെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ടും അവർക്ക് ഗുണം ചെയ്യുന്നവൻ, എല്ലാ നന്മകളും ഗുണങ്ങളും ഏതൊരുത്തനിൽ നിന്നാണോ ഉണ്ടാകുന്നത് ആ ഒരുത്തൻ സൃഷ്ടികളിലേക്ക് ഇഹ്സാൻ നന്മ ചെയ്യുകയും അവരുടെ എല്ലാ അവസ്ഥകളും സ്വലാഹിയത്തുള്ള നന്മയുള്ള അവസ്ഥകളാക്കി മാറ്റുകയും ചെയ്യുന്നവൻ, ഖൈറിൽ അങ്ങേയറ്റം വിശാലത ചെയ്യുന്നവൻ, അടിമകളുടെ മേലിൽ വളരെ മയം ചെയ്യുന്നവൻ, സൃഷ്ടിപ്പ് വളരെ സുന്ദരമായ രൂപത്തിൽ ആക്കിയവൻ, ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ സൃഷ്ടിപ്പ് നൽകുകയും അതിനെ വളരെ സൗന്ദര്യമുള്ള ഭംഗിയുള്ള രൂപത്തിലാക്കുകയും ചെയ്തവൻ, വാഗ്ദാനം ചെയ്ത വിഷയങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നവൻ, അടിമകൾക്ക് വലിയ കൃപ ചെയ്യുന്നവൻ, അടിമകൾക്ക് എപ്പോഴും എളുപ്പം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്നവൻ, പ്രയാസത്തെ ഉദ്ദേശിക്കാത്തവൻ, അടിമകളിൽ നിന്നുണ്ടാകുന്ന എത്രയോ വലിയ അധികരിച്ച തിന്മകൾ മാപ്പ് ചെയ്യുന്നവൻ, ചെയ്യുന്ന തിന്മകൾക്കനുസരിച്ച് അടിമകളെ ശിക്ഷിക്കാത്തവൻ, ഒരു നന്മ അടിമകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അവർക്ക് 10 ഇരട്ടി പ്രതിഫലം നൽകുന്നവൻ, ഒരു തിന്മ സൃഷ്ടികളിൽ നിന്ന് ഉണ്ടായാൽ ഒരു ശിക്ഷ മാത്രം നൽകുന്നവൻ. ഈ രൂപത്തിലെല്ലാം ബർറ് എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ബർറുൻ എന്നതും ബാറുൻ എന്നതും രണ്ടും ഒരേ അർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. ഖൈറിൻ്റെയും നന്മയുടെയും എല്ലാ വിശേഷണങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വാക്കാണ് ബർറ്, ബാറ് എന്നിവ. അഥവാ തഖ്വ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യൽ, അതുപോലെ തന്നെ നല്ലതുമായി ബന്ധം പുലർത്തൽ, സത്യസന്ധത തുടങ്ങി എന്തൊക്കെ നന്മയുടെ വിശേഷണങ്ങളുണ്ടോ അതിനെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന പരിശുദ്ധമായ ഇസ്മാണ്. ചില പണ്ഡിതന്മാർ ബർറ് എന്നത് ഇസ്മ് എന്നതിൻ്റെ വിപരീതമാണ്
എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്മ് എന്ന് പറഞ്ഞാൽ കുറ്റം എന്നാണ് അർത്ഥം. അപ്പം അതിൻ്റെ നേരെ വിപരീതമായ പദമാണ് ബർറ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് പ്രതിഫലം ലഭിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഇസ്മാണ് ബർറ് എന്നത്. ഈ മഹത്തായ ഇസ്മ കൊണ്ട് ബന്ധം പുലർത്തുമ്പോൾ ഒരു മനുഷ്യനിൽ നന്മകളോട് ഇഷ്ടം ഉണ്ടാകും. ബർറ് എന്ന ഇസ്മുമായിട്ട് അങ്ങേറ്റത്തെ ബന്ധം പുലർത്തുന്ന ആളുകളിൽ എപ്പോഴും നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹം വർദ്ധിക്കും എന്നാണ്. എല്ലാവർക്കും നന്മ ചെയ്യണം, ഗുണം ചെയ്യണം, ആ ഒരു ഇഷ്ടമുണ്ടാവുക. തനിക്ക് ഗുണം ചെയ്യുന്ന റബ്ബിനെ ഓർക്കുന്നവനാവുക. ആ റബ്ബിന് എപ്പോഴും ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ആളായി മാറുക. എപ്പോഴും ആ അനുഗ്രഹങ്ങളൊക്കെ നിലനിൽക്കാനും മറ്റുമായി ദുആ അധികരിച്ചവനാവുക. അതുപോലെ തന്നെ എല്ലാ ഖൈറിൻ്റെ ആളുകൾക്കും ഷർറിൻ്റെ ആളുകൾക്കും ഗുണം ചെയ്യുന്നവനായി മാറുക. തൻ്റെ കാൽപാദങ്ങൾ ഗുണത്തിൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യലിൽ ഉറച്ചു നിൽക്കുക. എല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ നൽകാൻ, എല്ലാവർക്കും തൗബ ഉണ്ടാകാൻ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇത്യാദി കാര്യങ്ങൾ ഈ ഇസ്മുമായി ബന്ധം പുലർത്തുമ്പോൾ ഉണ്ടാകും എന്നാണ്. ബർറ് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവനായി മാറുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനാവുക. എത്രയോ ഹദീസുകളിൽ വളരെ പുണ്യമുള്ള അമലായി നബിതങ്ങൾ പരിചയപ്പെടുത്തിയ കാര്യമാണ് ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത്. അപ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ എല്ലാ അടിമകൾക്കും നമ്മെക്കൊണ്ട് ഉപകാരമുണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുക. എല്ലാ അടിമകളോടും വാത്സല്യവും സ്നേഹവും ഉണ്ടാവുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി കാരുണ്യത്തിൻ്റെ ദുആ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്നെ ചെറുതാകുന്ന സമയത്ത് പരിപാലിച്ച് വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ, റബ്ബേ അവരെന്നെ പരിപാലിച്ച് വളർത്തിയതുപോലെ അവർക്ക് നീ അങ്ങേയറ്റത്തെ കാരുണ്യം ചെയ്യണേ എന്ന മഹത്തായ ദുആ അത് നടത്തുന്നവരാവുക. ഇന്നത്തെ കാലത്ത് വ്യാപകമായ വൃദ്ധസദനം പോലെയുള്ള സ്ഥാപനങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടുചെന്ന് അതിനെ ന്യായീകരിക്കുന്ന പല മക്കളെയും നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളെ പണം കൊടുത്ത് വളർത്താൻ, പരിപാലിക്കാൻ നമ്മൾ ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ ഒരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ ആവുകയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നാം നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലാക്കിയാൽ വരും കാലത്ത് നമ്മളുടെ മക്കൾ നമ്മെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുമെന്ന ആ ഒരു ഭയപ്പാട് നമ്മളിലൊക്കെ ഉണ്ടാക്കിയെടുത്ത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാവുക. ബർറ് ഒരു ദുർറിനെ പോലും ബുദ്ധിമുട്ടിക്കൂല എന്ന, ഒരു ചെറിയ അണുവിനെ പോലും ബുദ്ധിമുട്ടിക്കുകയില്ല എന്നാണ്. അപ്പം ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ജീവിതമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി
മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ അബ്ജദീയത്ത് പ്രകാരമൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നു, നമ്മുടെ പ്രയാസങ്ങൾ അകലുന്നു. ഇവിടെ ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, യാ ബർറു യാ തവ്വാബു, ഈ രണ്ട് ഇസ്മുകൾ ഒന്നിച്ച് ചൊല്ലലാണ് കൂടുതൽ ഫലപ്രദമാകുന്നത്. അതേപോലെ തന്നെ മഹത്തുക്കൾ പറഞ്ഞു, അള്ളാഹുവിനെക്കുറിച്ച് ഒരു മനുഷ്യൻ അള്ളാഹുവാണ് ബർറ്, ഗുണം ചെയ്യുന്നവൻ എന്ന ഒരു ബോധത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ വലുതും ചെറുതുമായ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നാണ്. അതുപോലെ തന്നെ അവനിൽ അള്ളാഹുവിനോട് അടങ്ങാത്ത മഹബത്ത്, ഇഷ്ടം ഉണ്ടാവുകയും തിന്മകളിൽ പോകുന്നതിനെ തൊട്ട് അള്ളാഹുവിൽ നിന്നൊരു ലജ്ജ, ഒരു ഹയാ ഉണ്ടാവുകയും ചെയ്യും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.